ഹലോ സുഹൃത്തുക്കളെ, ഹർഷിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മനഃശാസ്ത്രപരമായ 2 കാര്യങ്ങൾ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് കളക്റ്റീവ് മെമ്മറി, മറ്റൊന്ന് റിച്വൽസിൻ്റെ മനഃശാസ്ത്രം എന്താണ്. കളക്റ്റീവ് മെമ്മറി എന്ന് പറയുന്നത് ഒരാളുടെ കൂട്ടായ മെമ്മറിയാണ്, ഓർമ്മകളെയാണ് നമ്മളങ്ങനെ പറയുന്നത്. അതായത് ഒരു സംഭവവുമായി അനുബന്ധിച്ച് വർഷങ്ങളായിട്ട് അയാളുടെ മനസ്സിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഓർമ്മകൾ. അതൊരു ജനത്തെക്കുറിച്ചാവാം, കുടുംബത്തെക്കുറിച്ചിട്ടാകാം, പ്രത്യേകതരം ഏതെങ്കിലും ഒരു ഉത്സവത്തെക്കുറിച്ചിട്ടാകാം, ആചാരങ്ങളാകാം, ഇങ്ങനെ ചേർന്ന് വരുന്നതാണ് കളക്റ്റീവ് മെമ്മറി. അപ്പോൾ റിച്വൽസിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് ഒരേ തരത്തിലുള്ള ആഘോഷങ്ങളാണ് കൊണ്ടുപോകുന്നത്. പൂക്കളം ഒരുക്കുന്നു, ഓണസദ്യ ഒരുക്കുന്നു, ഓണപ്പാട്ടുകൾ ഉണ്ടാകുന്നു, മാവേലി മന്നൻ വരുന്നു, ഓണക്കോടി എടുക്കുന്നു. എല്ലാ വർഷവും നമ്മളിത് ചെയ്തിട്ടും നമുക്ക് പുതുമ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പുതുമ നമുക്ക് നഷ്ടപ്പെടാത്തത്? അത് റിച്വൽസിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം തന്നെയാണ്. റിച്വൽസ് എന്ന് പറയുന്നത്, ആചാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി തരുന്നു. അതായത് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു കൾച്ചർ ഉണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ നമ്മളത് പ്രയോഗിക്കേണ്ട എന്ന് വിചാരിച്ചാൽ പോലെയും പലപ്പോഴും അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ നല്ലൊരു കൾച്ചറിലൂടെ നമ്മൾ വളർന്നു വരികയാണെങ്കിൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുക തന്നെ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ നമുക്ക് മെച്ചപ്പെടുത്താം. ഓണസദ്യ ഒരുക്കുന്നത്, ഓണപ്പാട്ടുകൾ ഉണ്ടാക്കുന്നത്, അത്തപ്പൂക്കളം, ഇതെല്ലാം കൂട്ടായ്മയുടെ പ്രവർത്തനമാകുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. അതുപോലെ ഐഡിയൽ വേൾഡിലേക്ക് നമ്മൾ പോകുക എന്ന് പറയുന്നത്, നമ്മുടെ റിയൽ വേൾഡിൽ എപ്പോഴും ദുഃഖങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞു നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസമെങ്കിലും സങ്കല്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ വളരെയധികം സന്തോഷം നൽകും. ഏറ്റവും പ്രധാനമായത് ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യത്തിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കുക എന്നതാണ്. ചെറിയ ഒരു കാര്യത്തിന്, അതായത് ഒരു പൂവ്, പക്ഷെ അതിനെന്ത് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്? പക്ഷേ മറ്റു പൂക്കളുമായി ഒരു അത്തപ്പൂക്കളത്തിൽ വരുമ്പോഴോ എന്തുമാത്രം ഭംഗി അതിനുണ്ടാകും. അതുപോലെ ഒരു വാഴയില, പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല, പക്ഷേ വാഴയിലയിൽ ഒരുക്കുന്ന സദ്യയോ വളരെ മനോഹരവും ഹൃദ്യവുമാണ്. ഇങ്ങനെയുള്ള അനേകം റിച്വൽസിൻ്റെ വിവിധ ഭാഗങ്ങൾ ചേർന്ന് വരുന്ന ഓർമ്മകൾ ഓരോ വർഷവും നമ്മൾ ഓണത്തിലൂടെ എടുക്കുമ്പോൾ നമുക്ക് കളക്റ്റീവ് മെമ്മറി ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കളക്റ്റീവ് മെമ്മറിയാണ് ഭൂതകാലത്തിൻ്റെ നന്മകളെയും വർത്തമാനകാലത്തിൻ്റെ സന്തോഷത്തെയും നമുക്ക് കൂട്ടിച്ചേർത്ത് തരുന്നത്. ഇത് തന്നെയാണ് ഓണത്തിൻ്റെ പുറകിൽ നമ്മൾ ആഘോഷിക്കുന്ന റിച്വൽസിൻ്റെ മനഃശാസ്ത്രം.